Good morning, students. ഇന്ന് നമുക്ക് പറയേണ്ടത് ആംബിയസ് സർക്യൂട്ടൽ ലോ. ആംബിയസ് സർക്യൂട്ടൽ ലോ. അപ്പോൾ എന്താണ് ആംബിയസ് സർക്യൂട്ടൽ ലോ? നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഗോസസ് ലോ പഠിച്ചു അല്ലേ? അതേ രൂപത്തിൽ മാഗ്നറ്റിസത്തിൽ അല്ലെങ്കിൽ മൂവിങ് ചാർജസിൽ പറയുന്ന ഒരു ടോപ്പിക്കാണ് ആംബിയസ് സർക്യൂട്ടൽ ലോ. എന്തായിരുന്നു ഗോസസ് ലോന്റെ പർപ്പസ്? ചില സിമ്മട്രിക് ചാർജ് ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ ഇലക്ട്രിക് ഫീൽഡ് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഗോസസ് ലോ ഉപയോഗിക്കാം. അതേ പർപ്പസ് തന്നെയാണ്, അല്ലെങ്കിൽ അതേ രൂപത്തിലുള്ള പർപ്പസാണ് ആംബിയസ് സർക്യൂട്ടൽ ലോക്കുള്ളത്. അതായത് മാഗ്നറ്റിസത്തിൽ ചില സിറ്റുവേഷനിൽ മാഗ്നറ്റിക് ഫീൽഡ് ഈസി ആയിട്ട് കണ്ടെത്താൻ നിങ്ങൾക്ക് ആംബിയസ് സർക്യൂട്ടൽ ലോ ഉപയോഗിക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ പറയാൻ പോകുന്നത് ആംബിയസ് സർക്യൂട്ടൽ ലോ. എന്താ ആംബിയസ് സർക്യൂട്ടൽ ലോ? ദ ലൈൻ ഇന്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. എന്താണ്? ദ ലൈൻ ഇന്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഓവർ എനി ക്ലോസ്ഡ് ലൂപ്പ് ഈസ് ഈക്വൽ ടു mu0 times the net current passing through it. mu0 times the net current passing through it. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് ഒരു ക്ലോസ്ഡ് ലൂപ്പ് ആണ്. നേരത്തെ നിങ്ങൾ ഗോസസ് ലോ പഠിച്ചു. ഗോസസ് ലോയിൽ അപ്ലൈ ചെയ്യാൻ എന്താ വേണ്ടത്? ഒരു ക്ലോസ്ഡ് സർഫസ് ആയിരുന്നു. ഇവിടെ വേണ്ടത് ക്ലോസ്ഡ് ലൂപ്പാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾ എടുക്കുന്നത് ദ ലൈൻ ഇന്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡാണ്. ഗോസസ് ലോയിൽ നിങ്ങൾ എന്താ എടുത്തത്? ദ സർഫസ് ഇന്റഗ്രൽ ഓഫ് ഇലക്ട്രിക് ഫീൽഡാണ് അല്ലെ? ഈക്വൽ ടു mu0 ടൈംസ്. ഗോസസ് ലോയിൽ എന്താ എടുത്തത്? 1/ε0 ടൈംസ് ദ നെറ്റ് കറന്റ് പാസിംഗ് ത്രൂ ഇറ്റ്. ആ ലൂപ്പിന്റെ ഉള്ളിലുള്ള ടോട്ടൽ കറന്റ്. ഗോസസ് ലോയിൽ എന്താ എടുത്തത്? ആ ക്ലോസ്ഡ് സർഫസിന്റെ ഉള്ളിലുള്ള നെറ്റ് ചാർജ്. അപ്പോൾ അതേ രൂപത്തിലാണ് ആംബിയസ് സർക്യൂട്ടൽ ലോ വരുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ പറയാം. അപ്പോൾ ഇവിടെ ഞാനൊരു ക്ലോസ്ഡ് ലൂപ്പ് എടുക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു ക്ലോസ്ഡ് സർക്കുലാർ ലൂപ്പ്. അതിൻ്റെ ഉള്ളിൽ രണ്ട് കറന്റ് ക്യാരിയിങ് വയർ എടുക്കാം. ഫസ്റ്റ് വയറിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് I1 ആണ്. രണ്ടാമത്തെ വയറിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് I2 ആണ്. അപ്പോൾ ഇത് എടുത്തിട്ടുള്ള ഏതിൻ്റെ ഉള്ളിലാണ്? ഒരു ക്ലോസ്ഡ് ലൂപ്പിന്റെ ഉള്ളിലാണ്. അപ്പോൾ ഒരു ക്ലോസ്ഡ് ലൂപ്പിന്റെ ഉള്ളില് രണ്ട് കറന്റ് ക്യാരിയിങ് വയർ കിട്ടും. ഓക്കെ അല്ലേ? ഏതൊക്കെയാ കറന്റ്? I1ഉം I2. അപ്പോൾ എന്താ ഗോസസ് ലോ പറയുന്നത്? ദ ലൈൻ ഇന്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഓവർ എനി ക്ലോസ്ഡ് ലൂപ്പ്. ഈ ലൂപ്പിലൂടെയുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ ലൈൻ ഇന്റഗ്രൽ. ഈ ലൂപ്പിലൂടെയുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ ലൈൻ ഇന്റഗ്രൽ ഏതിന് തുല്യമായിരിക്കും? ഈ ലൂപ്പിന്റെ ഉള്ളിലുള്ള ടോട്ടൽ കറന്റിന് തുല്യമായിരിക്കും. mu0 ടൈംസ് ദ നെറ്റ് കറന്റ് പാസിംഗ് ത്രൂ ഇറ്റ്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എങ്ങനെ എഴുതാം? ദ ലൈൻ ഇന്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ക്ലോസ്ഡ് എന്ന് കാണിക്കാനാണ് ഈ സിമ്പൽ B.dl. ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നമ്മൾ എങ്ങനെ എഴുതിയത്? E.ds. ഇവിടെ B.dl ഈക്വൽ ടു mu0 ടൈംസ് ദ നെറ്റ് കറന്റ് പാസിംഗ് ത്രൂ ഇറ്റ്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ഇക്വേഷൻ എഴുതാം. B.dl ഈക്വൽ ടു ക്ലോസ്ഡ് ഇന്റഗ്രൽ B.dl ഈക്വൽ ടു mu0 ടൈംസ് ദ നെറ്റ് കറന്റ്. ഏതാ നെറ്റ് കറന്റ്? ഇതിന്റെ ഉള്ളിലുള്ള ടോട്ടൽ കറന്റ്. ഇതിന്റെ ഉള്ളിലുള്ള ടോട്ടൽ കറന്റ് ഏതാ? I1ഉം I2 അല്ലെ? രണ്ടും ഒരേ ഡയറക്ഷനാണ്. അപ്പൊ നിങ്ങൾ എടുക്കേണ്ടത് I1 പ്ലസ് I2 ആണ്. ക്ലിയർ ആണോ? ഇനി ഇവിടെ കറന്റ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിലോ നമ്മൾ ഇക്വേഷനിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ? ശ്രദ്ധിക്കണം. കറന്റ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെന്ന് വിചാരിക്കാം. I1 മുകളിലോട്ടും I2 താഴോട്ടും ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ലൂപ്പിലൂടെയുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ ലൈൻ ഇന്റഗ്രൽ, അതായത് B.dl, ക്ലോസ്ഡ് ഇന്റഗ്രൽ B.dl ഏതിനാ തുല്യമാവുക? mu0 ടൈംസ് ദ നെറ്റ് കറന്റ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കറന്റ്
പോസിറ്റീവും ഒരു കറണ്ട് നെഗറ്റീവും ആയിട്ട് എടുക്കണം. അപ്പോൾ I1 പോസിറ്റീവ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ I1 മൈനസ് I2 ഇതാണ് നെറ്റ് കറണ്ട്. അപ്പോൾ ഇതാണ് അവിടെയുള്ള നെറ്റ് കറണ്ട് വരിക, I1 മൈനസ് I2. ഇത് ക്ലിയർ അല്ലേ? ക്ലോസ്ഡ് ഇന്റഗ്രൽ B ഡോട്ട് dl ഈക്വൽ ടു mu0 ടൈംസ് I1 മൈനസ് I2 ആണ്. അപ്പോൾ ഇതാണ് ആംപിയർ സർക്യൂട്ടർ ലോ. ഇനി നമുക്ക് പറയേണ്ടത് magnetic field due to an infinitely long thin straight current carrying wire. അതായത് ആംപിയർ സർക്യൂട്ടർ ലോ ഉപയോഗിച്ചിട്ട് നമ്മളൊരു പർട്ടിക്കുലർ സിറ്റുവേഷനിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് കാണാം. ഏതുകൊണ്ടുള്ള മാഗ്നറ്റിക് ഫീൽഡാണ് കാണുന്നത്? an infinitely long thin straight current carrying wire. നിങ്ങൾക്കുള്ളത് ഒരു ഇൻഫിനൈറ്റ്ലി ലോങ് വയറാണ്. അപ്പോൾ ആ വയർ നിങ്ങൾക്ക് ഈ ഫിഗറിൽ ഇങ്ങനെ കാണാം. കണ്ടില്ലേ? ഒരു ഇൻഫിനൈറ്റ്ലി ലോങ് വയറാണ്. ഓക്കെ ആണോ? ഈ വയറിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് ഏതാണ്? ഈ വയറിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടാണ് I. ഓക്കെ, ഇവിടുന്ന് നിങ്ങൾക്ക് ആ ഡിസ്റ്റൻസിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യണം. നിങ്ങൾക്കറിയാം കറണ്ട് ക്യാരിയിങ് വയർ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇതിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ ഇത് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണേണ്ടത് ഈ വയറിന് എത്ര ഡിസ്റ്റൻസിൽ, ഈ വയറിന് ആ ഡിസ്റ്റൻസിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ ആ ഡിസ്റ്റൻസിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ആംപിയർ സർക്യൂട്ടർ ലോ അപ്ലൈ ചെയ്യാം. ആംപിയർ സർക്യൂട്ടർ ലോ അപ്ലൈ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഒരു ക്ലോസ്ഡ് ലൂപ്പ് വേണം. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ R റേഡിയസിൽ ഒരു ലൂപ്പ് ഇങ്ങനെ വരയ്ക്കാം. ഇതിൻ്റെ ചുറ്റും R റേഡിയസിൽ ഒരു ലൂപ്പ് വരയ്ക്കാം. കണ്ടില്ലേ? എന്നിട്ട് ഈ ലൂപ്പിൽ ഏത് ലോ അപ്ലൈ ചെയ്യാം? ആംപിയർ സർക്യൂട്ടർ ലോ അപ്ലൈ ചെയ്യാം. ലൂപ്പിൽ ഏത് അപ്ലൈ ചെയ്യാണ്? ആംപിയർ സർക്യൂട്ടർ ലോ. ഓക്കെ, അപ്പോൾ എന്താ ആംപിയർ സർക്യൂട്ടർ ലോ? അക്കോർഡിംഗ് ടു ആംപിയർ സർക്യൂട്ടർ ലോ നിങ്ങൾ പഠിച്ചു. എന്താ ആംപിയർ സർക്യൂട്ടർ ലോ പ്രകാരം നിങ്ങൾക്കറിയാം ക്ലോസ്ഡ് ഇന്റഗ്രൽ B ഡോട്ട് dl ഈക്വൽ ടു ഏതാണ്? mu0 ടൈംസ് ദ നെറ്റ് കറന്റ് അല്ലേ? ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിലെ LHS എന്നുള്ള ഭാഗം ആദ്യം എടുക്കാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഫസ്റ്റ് എഴുതാം. എന്താ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്? ക്ലോസ്ഡ് ഇന്റഗ്രൽ B ഡോട്ട് dl, ഈ ലൂപ്പിലൂടെയുള്ള B ഡോട്ട് dl. അപ്പോൾ നിങ്ങൾക്കറിയാം ഒരു സ്ട്രെയിറ്റ് കറന്റ് ക്യാരിയിങ് വയറിന്റെ കേസിൽ മാഗ്നറ്റിക് ഫീൽഡ് ഈ രൂപത്തിൽ സർക്കുലർ റിങ്ങിന്റെ രൂപത്തിലാണ് ഉണ്ടാവുക അല്ലേ? അപ്പോൾ ഇവിടെ ഈ കറന്റ് ക്യാരിയിങ് വയർ കൊണ്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് നിങ്ങൾക്കറിയാം ഈ രൂപത്തിലുള്ള റിങ്ങിന്റെ രൂപത്തിലാണ്. അപ്പോൾ നിങ്ങൾ എടുത്ത റിങ്ങും എന്താണ്? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ ആയിരിക്കും. ഡയറക്ഷൻ നിങ്ങൾക്ക് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിച്ച് കാണാം. അത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. അപ്പോൾ ഇതാണ് ബീന്റെ ഡയറക്ഷൻ. ഇനി നിങ്ങൾക്ക് ഈ ലൈൻ ഇന്റഗ്രൽ എടുക്കേണ്ടത് ഏത് ഡയറക്ഷനിലാണ്? ലൈൻ ഇന്റഗ്രൽ എടുക്കേണ്ടതും ഇതേ ലൂപ്പിലൂടെയാണ്. അപ്പോൾ ഞാൻ ഇവിടെ ലൈൻ ഇന്റഗ്രലും കാണിക്കാം. നിങ്ങൾ ആ dl വരുന്നതും ഇതേ ലൂപ്പിലാണ്. ചെറിയ ലെങ്ത്, അതാണ് dl. അപ്പോൾ ഇത് രണ്ടും ഒരേ ഡയറക്ഷൻ ആണ് ലൂപ്പിൽ. അപ്പോൾ B ഡോട്ട് dl നമുക്ക് എങ്ങനെ എഴുതാം? BDL എന്ന് എഴുതാം. കാരണം എന്താ? B ഡോട്ട് dl ഈക്വൽ ടു BDL കോസ് തീറ്റയാണ്. തീറ്റന്റെ വാല്യൂ ഏതാ? ബിയും ഡിഎല്ലും ഒരേ ഡയറക്ഷൻ ആയതുകൊണ്ട് തീറ്റ 0, അപ്പോൾ കോസ് 0 1. അപ്പോൾ ഏതാ വരിക? ക്ലോസ്ഡ് ഇന്റഗ്രൽ B ഡോട്ട് dl. ഓക്കെ, ഇനി ഈ ബി ആണ് ഔട്ട് സൈഡിലേക്ക് എടുക്കുക. അപ്പോൾ ക്ലോസ്ഡ് ഇന്റഗ്രൽ B ഡോട്ട് dl ആയി. ബി എന്തുകൊണ്ട് ഔട്ട് സൈഡ് എടുക്കുന്നത് ശ്രദ്ധിക്കാം. ഈ ലൂപ്പിൽ, ഈ സർക്കുലർ ലൂപ്പിൽ ഏത് പോയിന്റ് നിങ്ങൾ എടുത്താലും ഒക്കെ ഈ വയറിന് R ഡിസ്റ്റൻസിലാണ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് ഈ വയറിൽ മൊത്തം കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇത് ഔട്ട് സൈഡ് എടുക്കാം. അപ്പോൾ ബി കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഔട്ട് സൈഡ് എടുത്തു. ബാക്കി എന്താ ഉണ്ടാവുക? ക്ലോസ്ഡ് ഇന്റഗ്രൽ dl അല്ലേ? അപ്പോൾ ബി ഇൻറ്റു ക്ലോസ്ഡ് ഇന്റഗ്രൽ dl എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചത്? ഈ സർക്കുലർ ലൂപ്പിലെ എല്ലാ ചെറിയ ലെങ്ത്തും ആഡ് ചെയ്താൽ
ഈ സർക്കുലർ ലൂപ്പിലെ എല്ലാ ചെറിയ ലെങ്ത്തും ഇങ്ങനെ ആഡ് ചെയ്യാം. എല്ലാ ചെറിയ ലെങ്ത്തും ഇങ്ങനെ ആഡ് ചെയ്താൽ എന്താ കിട്ടുക? ഈ സർക്കുലർ ലൂപ്പിന്റെ സർക്കംഫറൻസ് ആണ് കിട്ടുക. സർക്കംഫറൻസ് എത്രയാ? ചുറ്റളവ് 2πr. അപ്പോൾ അതുകൊണ്ടാണ് ക്ലോസ്ഡ് ഇന്റഗ്രൽ dl നമ്മൾ എന്താ എഴുതിയത്? 2πr. അപ്പോൾ ഇക്വേഷൻ ഏതായി? b into 2πr. ഇനി നമ്മൾ RHS സൈഡ് നോക്കുക. റൈറ്റ് ഹാൻഡ് സൈഡ്. റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള പ്രത്യേകത μ0 ടൈംസ് I നെറ്റ് ആണ് അല്ലേ? μ0 ടൈംസ് നമ്മളെ ലൂപ്പിലൂടെ പാസ് ചെയ്യുന്ന നെറ്റ് കറണ്ട്. ലൂപ്പിലൂടെ പാസ് ചെയ്യുന്ന നെറ്റ് കറണ്ട് ഏതാ? ലൂപ്പിലൂടെ ആകെ I മാത്രമേ ഉള്ളൂ. ആകെ ഈ ഒരു കറണ്ട് ലൂപ്പിന്റെ ഉള്ളിലുള്ളൂ. അപ്പൊ ഏത് എഴുതിയാൽ മതി? μ0 ടൈംസ് I. ക്ലിയർ അല്ലേ? അപ്പൊ LHS ആയി, RHS ആയി. ഇനി നിങ്ങൾ ഇത് ഇക്വേറ്റ് ചെയ്യാം അല്ലെ? അല്ലെങ്കിൽ ആ തിയറം ഉപയോഗിക്കാം. ഏതാ നമ്മളെ തിയറം? ആംബിയർ സർക്യൂട്ട് ഉണ്ട്. അപ്പൊ LHS ഉം RHS ഉം നിങ്ങൾ ഇക്വേറ്റ് ചെയ്താൽ ഏതാ വരിക? b into 2πr. അല്ലേ? റൈറ്റ് ഹാൻഡ് സൈഡ് ഏതാ വരിക? μ0 into I. അപ്പൊ ബിന്റെ ഇക്വേഷൻ ഏതാ? b equal to μ0 I by 2πr. ഓക്കെ, അപ്പൊ ഇതാണ് ഇക്വേഷൻ വരിക. b equal to ഏതാണ്? μ0 I by 2πr. ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ് വരിക. ഏതുകൊണ്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ്? ആൻ ഇൻഫിനൈറ്റ്ലി ലോങ് കറന്റ് ക്യാരിയിങ് വയർ കൊണ്ട് r ഡിസ്റ്റൻസിലുള്ള മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, ഇനി ഞാൻ താഴെ പറയുന്നത് ഒരു എൻട്രൻസ് പോയിന്റ് ആണ്. എന്താ താഴെ പറഞ്ഞ പോയിന്റ്? നോട്ട് field at a distance r from one end of the wire. One end of the wire എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു ഇൻഫിനൈറ്റ്ലി ലോങ് വയർ ഉണ്ട്. ഇൻഫിനൈറ്റ്ലി ലോങ് വയർ ആണ്. ഈ വയർ ഇങ്ങനെ ഇൻഫിനിറ്റിയിലേക്ക് പോവാ. അപ്പൊ താഴെ മൈനസ് ഇൻഫിനിറ്റി, മുകളിൽ ഇങ്ങനെ പോവാണ്. ഇത് പ്ലസ് ഇൻഫിനിറ്റിയിലേക്ക്. അപ്പൊ ഈ വയറിന്റെ ഏതെങ്കിലും ഒരു എൻഡിൽ നിന്ന് നിങ്ങൾ r ഡിസ്റ്റൻസ് എടുക്കുക. അവിടെ ഈ വയർ കൊണ്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ്, ഇൻഫിനൈറ്റ്ലി ലോങ് വയറിന്റെ ഏതെങ്കിലും ഒരു എൻഡിൽ നിന്ന് r ഡിസ്റ്റൻസിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഏതാ? ഫീൽഡ് അറ്റ് എ ഡിസ്റ്റൻസ് r ഫ്രം വൺ എൻഡ് ഓഫ് ദ വയർ. ഏതാ ഇക്വേഷൻ വരുന്നത്? b equal to μ0 I by 4πr ആണ് വരിക. അപ്പൊ ഇത് എൻട്രൻസ് പോയിന്റ് ആയിട്ട് പറയാറുണ്ട്. സാധാരണ ബോർഡ് എക്സാമിൽ വരാറില്ല. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഇവിടെ പറയേണ്ടത് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ആൻ ഇൻഫിനൈറ്റ്ലി ലോങ് തിക്ക് സ്ട്രെയിറ്റ് കറന്റ് ക്യാരിയിങ് വയർ. അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഒരു തിൻ സ്ട്രെയിറ്റ് കറന്റ് ക്യാരിയിങ് വയറാണ്. ഇനി നമുക്ക് പറയേണ്ടത് ഏതാണ്? ഒരു തിക്ക് സ്ട്രെയിറ്റ് കറന്റ് ക്യാരിയിങ് വയറാണ്. ഇൻഫിനൈറ്റ്ലി ലോങ് ആണ്, തിക്ക് ആണ്, സ്ട്രെയിറ്റ് ആണ് കറന്റ് ക്യാരിയിങ് വയർ. ഓക്കെ, ഇൻഫിനൈറ്റ്ലി ലോങ് തിക്ക് സ്ട്രെയിറ്റ് കറന്റ് ക്യാരിയിങ് വയർ. അപ്പൊ ഇത് നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് ഒരു സോൾവ്ഡ് എക്സാമ്പിൾ ആയിട്ടാണ് ഇത് കാണാൻ പറ്റുക. ഇത് ബോർഡ് എക്സാമിൽ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഞാനൊരു ഇൻഫിനൈറ്റ്ലി ലോങ് തിക്ക് വയർ എടുക്കുക. ഈ തിക്ക് വയർ ആണ് ഈ ഫിഗറിൽ സിലിണ്ടറിന്റെ രൂപത്തിൽ ഇങ്ങനെ കാണിച്ചത്. ഇത് ഇൻഫിനൈറ്റ്ലി ലോങ് ആണ്. ഓക്കെ, ഈ ഇൻഫിനൈറ്റ്ലി ലോങ് വയറിന്റെ ആക്സിസ് ആണ് എടുക്കുന്നത് കേട്ടോ. ആക്സിസ് ഓഫ് ദ വയർ. ഓക്കെ, അപ്പൊ ഇതിന്റെ റേഡിയസ്, ഇൻഫിനൈറ്റ്ലി ലോങ് വയറിന്റെ റേഡിയസ് ആണ് എ എന്ന് എടുക്കുക. ഇൻഫിനൈറ്റ്ലി ലോങ് വയറിന്റെ റേഡിയസ് ഏതാണ്? എ. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഇവിടുന്ന് ഇതിന്റെ സെന്ററിന് r ഡിസ്റ്റൻസിലുള്ള ഒരു പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ആണ് കാണേണ്ടത്. ഈ ഇൻഫിനൈറ്റ്ലി ലോങ് വയറിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട്, ഈ തിക്ക് വയറിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട്, ഈ വയർ മൊത്തത്തിലാണ് കേട്ടോ, ചെറിയൊരു ഏരിയയിലല്ല, വയർ മൊത്തത്തിൽ അതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് ഏതാണ്? I ആണ്. അപ്പൊ നമ്മൾ താഴെ നോട്ട് ചെയ്യേണ്ട പോയിന്റുകൾ.
ഏതൊക്കെയാ? എ എന്ന് പറഞ്ഞാൽ ഏതാ? വയറിന്റെ റേഡിയസ് ആണ് അല്ലെ? ഐ എന്ന് പറഞ്ഞാൽ ആ വയറിലൂടെ മൊത്തം പാസ് ചെയ്യുന്ന കറണ്ടാണ്. ആർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മാഗ്നറ്റിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട പോയിന്റിലേക്കുള്ള ദൂരമാണ്. ഇനി ഇവിടെ നോക്കുക, ഫസ്റ്റ് കേസ് നമുക്ക് പറയേണ്ടത് ഫീൽഡ് ഔട്ട്സൈഡ് ആണ്. കേസ് 1 ഏതാണ്? വയറിന്റെ ഔട്ട്സൈഡ് ഉള്ള ഫീൽഡാണ്. വയറിന്റെ ഔട്ട്സൈഡ് ഉള്ള ഫീൽഡ് എന്ന് പറയുമ്പോൾ ആറ്, നിങ്ങൾ എടുക്കുന്ന പോയിന്റ്, ആ പോയിന്റിലേക്കുള്ള ദൂരമാണ് ആറ്. ആറ് എപ്പോഴും ഏതിനേക്കാളും ഗ്രേറ്റർ ആയിരിക്കും, ഏതിനേക്കാളും കൂടുതലായിരിക്കും. അപ്പോഴാണ് ഔട്ട്സൈഡ് ആവുക. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ പോയിന്റിലുള്ള ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ആകെയുള്ള വഴി ആംപിയർ സർക്യൂട്ടർ ലോ അപ്ലൈ ചെയ്യാം. ആംപിയർ സർക്യൂട്ടർ ലോ അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്കൊരു ലൂപ്പ് വേണം. അപ്പൊ ഞാൻ ഇവിടെ ഒരു ലൂപ്പ് എടുക്കുക. ഏത് ലൂപ്പ് എടുക്കേണ്ടത്? നല്ലത് സർക്കുലർ ലൂപ്പ് എടുക്കുക. ഏത് റേഡിയസ് ഉള്ള ലൂപ്പ് എടുക്കുക? ആർ റേഡിയസ് ഉള്ള ലൂപ്പ് എടുക്കുക. അപ്പൊ ആർ റേഡിയസ് ഉള്ള ഒരു സർക്കുലർ ലൂപ്പ് എടുക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? എന്നിട്ട് ഈ ലൂപ്പിലൂടെ നിങ്ങൾ ആംപിയർ സർക്യൂട്ടർ ലോ അപ്ലൈ ചെയ്യാം. അപ്പൊ ഞാൻ ആംപിയർ സർക്യൂട്ടർ ലോ പറയാം. എന്താ ആംപിയർ സർക്യൂട്ടർ ലോ പറയുന്നത്? അക്കോർഡിംഗ് ടു ആംപിയർ സർക്യൂട്ടർ ലോ, എന്താ ആംപിയർ സർക്യൂട്ടർ ലോ? ക്ലോസ്ഡ് ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈക്വൽ ടു മ്യൂ 0 ടൈംസ് ഐ നെറ്റ്. ഇനി നമ്മൾ എൽ എച്ച് എസ് എടുക്കാം. എൽ എച്ച് എസ് എന്താ? ക്ലോസ്ഡ് ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ. ഓക്കെ, പിന്നെ ഇതെന്തായിട്ട് മാറും? ക്ലോസ്ഡ് ഇന്റഗ്രൽ ബി ഡി എൽ. എന്തുകൊണ്ടാണ് ബി ഡി എൽ ആയിട്ട് മാറുന്നത് ശ്രദ്ധിക്കാം. മാഗ്നറ്റിക് ഫീൽഡ് ഇതേ ലൂപ്പ് തന്നെ ഉണ്ടാവുക. മാഗ്നറ്റിക് ഫീൽഡ് ഇതേ ലൂപ്പ് തന്നെ ഉണ്ടാവുക. ഓക്കെ, ഡി എല്ലും ഇതേ ഗ്രൂപ്പിലാണ് ഉണ്ടാവുക. ഈ ലൂപ്പിലൂടെയാണ് നമ്മൾ ലൈൻ ഇന്റഗ്രൽ എടുക്കുക. അപ്പൊ ബി ഡോട്ട് ഡി എൽ എന്തായിട്ട് മാറി? ബി ഡി എൽ. ഇനി ഇവിടെ ബി എന്തുകൊണ്ട് ഔട്ട്സൈഡ് എടുക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു. ഈ ലൂപ്പിൽ നമ്മൾ ഏത് പോയിന്റ് എടുത്താലും വയറിന്റെ സെന്ററിന് ഈക്വൽ ഡിസ്റ്റൻസിലാണ്. അപ്പൊ ബിന്റെ മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റന്റ് ആയിരിക്കും, അതുകൊണ്ടാണ് ഔട്ട്സൈഡ് എടുക്കുക. അപ്പൊ പിന്നെ ക്ലോസ്ഡ് ഇന്റഗ്രൽ ഡി എൽ. ക്ലോസ്ഡ് ഇന്റഗ്രൽ ഡി എൽ എന്ന് പറഞ്ഞാൽ എന്താ? അവിടെയുള്ള എല്ലാ ചെറിയ ലെങ്ത്തും ആഡ് ചെയ്താൽ, അത് നേരത്തെ പറഞ്ഞതാണ്. അപ്പൊ ഏതാ കിട്ടുക? സർക്കംഫറൻസ് ആണ്. അപ്പൊ ബി ഇൻറ്റു 2πr. ഓക്കെ, ആർ എച്ച് എസ് എന്താണ്? മ്യൂ 0 ടൈംസ് ലൂപ്പിലൂടെ പാസ് ചെയ്യുന്ന ടോട്ടൽ കറന്റ് അല്ലെ? അപ്പൊ മ്യൂ 0 ടൈംസ് എന്താ? ലൂപ്പിലൂടെ പാസ് ചെയ്യുന്ന ടോട്ടൽ കറന്റ്. ടോട്ടൽ കറന്റ് എന്ന് പറഞ്ഞാൽ ഈ തിക്ക് വയറിലൂടെ പാസ് ചെയ്യുന്ന കറന്റ്. തിക്ക് വയറിലൂടെ പാസ് ചെയ്യുന്ന കറന്റ് ഏതാ? ഐ ആണ്. അപ്പൊ മ്യൂ 0 ടൈംസ് ഐ. അപ്പൊ നമ്മൾ ഇക്വേഷൻ വരിക, എൽ എച്ച് എസും ആർ എച്ച് എസും നിങ്ങൾ ഇക്വേറ്റ് ചെയ്താൽ ബി ഇൻറ്റു 2πr ഈക്വൽ ടു ഏതാ വരിക? മ്യൂ 0 ടൈംസ് ഐ. അപ്പൊ നിങ്ങൾ ബിന്റെ ഇക്വേഷൻ എഴുതിയാൽ ബി ഈക്വൽ ടു ഏതാ? മ്യൂ 0 ഐ ബൈ 2πr. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ച അതേ ഇക്വേഷൻ തന്നെയാണ് കിട്ടുന്നത്. എവിടെ? ഔട്ട്സൈഡ്. അപ്പൊ ബിയും ആറും തമ്മിലുള്ള ബന്ധം എങ്ങനെയാ? ബി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ ആണ് അല്ലെ? ആറല്ലേ ഡിനോമിനേറ്ററിൽ ഉള്ളത്. നോക്കാം, ബിയും ആറും തമ്മിലുള്ള ബന്ധം ബി എങ്ങനെയാണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ ആണ്. ഇനി നമ്മൾ പറയുന്നത് രണ്ടാമത്തെ കേസാണ്. അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞ കേസ് 1 എവിടെയാ? ഔട്ട്സൈഡ് ആണ്. ഇനി രണ്ടാമത്തെ കേസ് ഞാൻ പറയുന്നത് ഇൻസൈഡ് ആണ്. അപ്പൊ ഇത് കേസ് 2 ആണ് കേട്ടോ. രണ്ടാമത്തെ കേസ്, കേസ് 2. കേസ് 2 നമ്മൾ എവിടെയാ പറയുന്നത്? ഫീൽഡ് ഇൻസൈഡ് ദ വയർ ആണ്. അപ്പൊ ഞാൻ നമ്മളെ ഇൻഫിനൈറ്റ്ലി ലോങ് വയർ, ഇത് വയറിന്റെ ആക്സിസ് ആണ് കേട്ടോ. വയറിന്റെ ആക്സിസ്. ഓക്കെ, വയറിന്റെ റേഡിയസ് എ തന്നെ, അതിൽ മാറ്റമില്ല. വയറിന്റെ റേഡിയസ് ഏതാണ്? എ. ഇനി നിങ്ങൾക്ക് എവിടെയാ മാഗ്നറ്റിക്? ഈ വയറിലൂടെ മൊത്തം പാസ് ചെയ്യുന്ന കറണ്ട് ആണ് ഐ. ഈ വയറിലൂടെ മൊത്തം പാസ് ചെയ്യുന്ന കറണ്ട് ഇതാണ് ഐ. ഓക്കെ,
നിങ്ങൾക്ക് മാഗ്നറ്റിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഈ വയറിന്റെ ഉള്ളിലുള്ള ഒരു പോയിന്റാണ്. അപ്പൊ ഇതിന്റെ സെന്ററിന് ഞാൻ r ഡിസ്റ്റൻസിൽ ഒരു പോയിന്റ് എടുക്കാം. ഓക്കെ ആണോ? അപ്പൊ ഈ പോയിന്റ് വയറിന്റെ ഉള്ളിലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഫീൽഡ് ഇൻസൈഡ് ഹെഡിങ്ങിൽ ഫീൽഡ് ഇൻസൈഡ് ഇവിടെ r ലെസ് ദാൻ a എന്ന് എഴുതിയത്. അപ്പൊ ഈ പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ട തിയറം ആംപിയർ സർക്യൂട്ടൽ ലോ. ആംപിയർ സർക്യൂട്ടൽ ലോ അപ്ലൈ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ലൂപ്പ് വേണം അല്ലേ? അപ്പൊ ഞാൻ r റേഡിയസ് ഉള്ള ഒരു ലൂപ്പ് എടുക്കാം. ഓക്കെ, r റേഡിയസ് ഉള്ള ഒരു ലൂപ്പ് എടുത്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ആംപിയർ സർക്യൂട്ടൽ ലോ അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പൊ എന്താ ആംപിയർ സർക്യൂട്ടൽ ലോ? അക്കോർഡിംഗ് ടു ആംപിയർ സർക്യൂട്ടൽ ലോ അല്ലേ, ക്ലോസ്ഡ് ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈക്വൽ ടു മ്യൂ 0 ടൈംസ് ഐ നെറ്റ്. അപ്പൊ ഇവിടെ എൽ എച്ച് എസ് ഏതാണ്? ക്ലോസ്ഡ് ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ. ബി ഡോട്ട് ഡി എൽ ബി ഡി എൽ എടുക്കാൻ കാരണം ഈ ലൂപ്പില് ബിയും ഡി എല്ലും ഒരേ ഡയറക്ഷൻ ആയതുകൊണ്ട്. ഈ ചെറിയ ലൂപ്പില് ബിയും ഡി എല്ലും ഒരേ ഡയറക്ഷൻ ഒരേ ലൂപ്പിലാണ് പോകുന്നത്. കാരണം മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ ക്ലോസ്ഡ് ലൂപ്പ് ആയിട്ട് ഉണ്ടാവാം. അതുകൊണ്ടാണ് ബി ഡി എൽ എടുക്കുന്നത്. പിന്നെ നമ്മൾ ചെയ്യുന്നത് എന്താണ്? അവിടെ ബി ഔട്ട് സൈഡ് എടുക്കും, കാരണം അത് സിമെട്രിക് ആയതുകൊണ്ട്. പിന്നെ ക്ലോസ്ഡ് ഇന്റഗ്രൽ ഡി എൽ, ആ ഡി എൽ ഏതാ വരിക? ബി ഇൻറ്റു 2πr. അപ്പൊ ഈ ഫസ്റ്റ് സ്റ്റെപ്പിൽ മാറ്റമില്ല. ഇനി നമ്മൾ പറയാൻ പോകുന്ന ആർ എച്ച് എസ് ആണ്. ആർ എച്ച് എസ് നിങ്ങൾ ശ്രദ്ധിക്കണം. ആർ എച്ച് എസിന്റെ ഇക്വേഷൻ ഏതാ? മ്യൂ 0 ടൈംസ് ഐ നെറ്റ് ആണ് അല്ലെ? നിങ്ങൾ എടുത്ത ലൂപ്പിലൂടെ പാസ് ചെയ്യുന്ന ടോട്ടൽ കറന്റ്. നിങ്ങൾ എടുത്ത ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ഷെയ്ഡ് ചെയ്യാം. നിങ്ങൾ എടുത്ത ലൂപ്പ് ഞാൻ യെല്ലോ കളർ ഉപയോഗിച്ച് ഷെയ്ഡ് ചെയ്യാം. ഈ ലൂപ്പിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടേ പറ്റും. ഐ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ? ഐ എന്ന് പറഞ്ഞാൽ ഈ കണ്ടക്ടറിന്റെ മൊത്തം ക്രോസ് സെക്ഷൻ ഏരിയയിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടായി. മൊത്തം ക്രോസ് സെക്ഷനിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടാണ് ഐ. നമുക്ക് വേണ്ടത് ഈ യെല്ലോ പാർട്ട് മാത്രമാണ്, ഈ ചെറിയ ലൂപ്പിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട്. അപ്പൊ എങ്ങനെ ഇത് കാൽക്കുലേറ്റ് ചെയ്യും? വളരെ സിമ്പിളാണ്. ഈ മൊത്തം കറണ്ട് ഐ ഏതിലൂടെ, എത്ര ഏരിയയിലൂടെ പാസ് ചെയ്യുന്നതാ? കണ്ടക്ടറിന്റെ ക്രോസ് സെക്ഷൻ ഏരിയ എത്രയാ? πa². അപ്പൊ πa² എന്നുള്ള ഏരിയയിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടാണ് ഐ. അപ്പൊ യൂണിറ്റ് ഏരിയയിലൂടെ പാസ് ചെയ്യുന്നതോ? യൂണിറ്റ് ഏരിയയിലൂടെ പാസ് ചെയ്യുന്നത് കറന്റ് ത്രൂ യൂണിറ്റ് ഏരിയ. യൂണിറ്റ് ഏരിയയിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടോ? അപ്പൊ നമ്മൾ ഈ ഐനെ ബൈ ഏരിയ എടുത്താൽ πa². അപ്പൊ നിങ്ങൾക്ക് കാണേണ്ടത് ഏതാ? കറന്റ് പാസിംഗ് ത്രൂ ഈ യെല്ലോ ഷെയ്ഡഡ് പാർട്ട്. ആ ലൂപ്പിന്റെ ഏരിയ എത്രയാ? πr². അപ്പൊ πr² എന്നുള്ള ഏരിയയിലൂടെ പാസ് ചെയ്യുന്ന കറന്റ്, അതാണ് നമ്മളെ നെറ്റ് കറന്റ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇത് യൂണിറ്റ് ഏരിയയിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടാണ് ഇൻറ്റു നിങ്ങൾക്ക് ആവശ്യമുള്ള ഏരിയ. നിങ്ങൾക്ക് ആവശ്യമുള്ള ഏരിയ ഏതാ? πr². അപ്പൊ പൈ കട്ട് ചെയ്തു. അപ്പൊ നമ്മളെ ഇക്വേഷൻ ഏതാ വരിക? IR²/a². ഇതാണ് നെറ്റ് കറന്റ് വരിക. അപ്പൊ അത് ഞാൻ താഴെ കൊടുക്കുകയാണ്. ഇക്വേഷൻ ഏതാണ്? IR²/a². അപ്പൊ നമ്മളെ ഇക്വേഷൻ വരിക മ്യൂ 0 ടൈംസ് അല്ലെ IR²/a² ആണ്. ഇനി നമുക്ക് എൽ എച്ച് എസും ആർ എച്ച് എസും കമ്പയർ ചെയ്യാം. ഈക്വൽ ആണ് അല്ലേ? ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ എൽ എച്ച് എസ് ഏതാണ്? ബി ഇൻറ്റു 2πr. ആർ എച്ച് എസ് ഏതാണ്? മ്യൂ 0 IR²/a². അപ്പൊ ഇതിൽ ഒരു ആർ ക്യാൻസൽ ആയിട്ട് അല്ലേ? അപ്പൊ നമ്മൾ ഇക്വേഷൻ ഏതാ വരിക? ബി ഈക്വൽ ടു ഏതാണ്? മ്യൂ 0 IR ബൈ അല്ലേ 2πa² വരും. അപ്പൊ ഇക്വേഷൻ ഏതാണ്? മ്യൂ 0 ബി ഈക്വൽ ടു ഏതാണ്? മ്യൂ 0 IR ബൈ 2πa². ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ് വരും.
ഇനി നോക്കുക, ഇവിടെ മാഗ്നറ്റിക് ഫീൽഡും ആറും തമ്മിലുള്ള ബന്ധം എങ്ങനെയാ? മാഗ്നറ്റിക് ഫീൽഡും ആറും തമ്മിലുള്ള ബന്ധം ശ്രദ്ധിക്കുക. ബിയും ആറും തമ്മിലുള്ള ബന്ധം എങ്ങനെയാ? ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ് അല്ലെ? അപ്പൊ ബി പ്രൊപ്പോർഷണൽ ടു ഏതാണ്? ആറാണ്. ഇതൊക്കെ അല്ലേ? അപ്പൊ ഔട്ട്സൈഡ് എങ്ങനെയാണ്? ബി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആറാണ്. ഔട്ട്സൈഡ് എങ്ങനെയാണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആറാണ്. ഇൻസൈഡ് എങ്ങനെയാണ്? പ്രൊപ്പോർഷണൽ ടു ആറാണ്. അപ്പൊ ഇവിടെ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡും ആറും തമ്മിലുള്ള ഒരു ഗ്രാഫ് വരച്ചാൽ, ഇവിടെ മാഗ്നറ്റിക് ഫീൽഡും ആറും തമ്മിലുള്ള ഒരു ഗ്രാഫ് വരച്ചാൽ, മാഗ്നറ്റിക് ഫീൽഡ് y ആക്സിസ്, ആറ് x ആക്സിസ്, ഗ്രാഫ് വരച്ചാൽ നമുക്ക് ഫസ്റ്റ് കിട്ടേണ്ടത് ബി പ്രൊപ്പോർഷണൽ ടു ആറാണ് ഇൻസൈഡ്. അപ്പൊ ഗ്രാഫ് വരെ ഒരു സ്ട്രെയിറ്റ് ലൈനാണ്. ഏതാണ് ഇത്? ബി പ്രൊപ്പോർഷണൽ ടു ആറാണ്. ഓക്കെ. പിന്നെയുള്ള പോയിന്റ് ശ്രദ്ധിക്കുക. സർഫസിലെത്തി, അതായത് ആർ ഈക്വൽ ടു എ ആയി. ഔട്ട്സൈഡ് എങ്ങനെയാ? ബി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആറാണ്. അപ്പൊ നമ്മളെ ഗ്രാഫ് വരച്ചാൽ ഈ രൂപത്തിലാണ് വരിക. അപ്പൊ ബി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആറാണ്. ക്ലിയർ അല്ലേ? അപ്പൊ ഇതാണ് ഗ്രാഫ്. അപ്പൊ ഈ ഗ്രാഫും നിങ്ങളെ എക്സാമിന് ചോദിക്കാറുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ?